ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് കാന്തല്ലൂരാണ്. ഇത് ലവ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എ ഫ്രെയിം വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു 2-3 ഏക്കറിലാണ് ഇതിരിക്കുന്നത്. തട്ടായിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇവിടെ നെറ്റ്വർക്കൊന്നുമില്ല. പിന്നെ എനിക്ക് ജിയോയിൽ അത്യാവശ്യം കണക്ഷൻ കിട്ടുന്നുണ്ട്. ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു 3 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. ഓഫ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും, അങ്ങനെ ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇത് നമുക്ക് ഒരു അഡ്രിനാലിൻ ഫോം ചെയ്യണ കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഹാപ്പിനെസ്സും കുറച്ച് വരുന്നുണ്ട്, എന്താ കുറച്ച് പേടിയും വരുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഫെബ്രുവരി 3-ാം തീയതിയാണ് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തത്. എന്നെ കൂടി ഉണ്ടായിരുന്നത് അനീത ഉണ്ടായിരുന്നു, അതുകൂടാതെ ജൂഡ് ഉണ്ടായിരുന്നു. എന്നെ വരാമെന്ന് പറഞ്ഞ് അവന് ചില കാര്യങ്ങളുകൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വടുതലയിൽ നിന്ന് ഒരു 5:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂഡിനെ വടുതല വളവിൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് 7:30 മണിയോടുകൂടി പെരുമ്പാവൂർ ചെന്നിട്ട് ചെറിയൊരു ടീ ബ്രേക്കൊക്കെ എടുത്ത് അവിടെ നല്ല ചായ കിട്ടി. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നേരെ മൂന്നാർ റോഡിലേക്ക് കയറി. അപ്പം മൂന്നാർ റോഡിലെ അടിമാലിയുടെ പൊക്കത്തേക്ക് റോഡ് ഭയങ്കര പണി നടക്കണതാണ്. എന്ത് ചെയ്ത് ചെറുതോണി കല്ലാറുകുട്ടി ഡാമുണ്ട്, അപ്പോൾ അതിലേക്കുട്ടി ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ അത് നമ്മൾ ഭയങ്കര മനോഹരമായ കാനന പാതകളുണ്ട്, 2 വശവും ഭയങ്കര ഗ്രീനറിയാണ്. അതുകൂടാതെ അവിടെ കല്ലാറുകുട്ടി ഡാമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ നിർത്തി കുറേ ഫോട്ടോസെല്ലാം എടുത്ത് ഞങ്ങൾ കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കടകളൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു 9:30 ആയപ്പോൾ വളവിലൊരു ചേച്ചി നടത്തിയൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു പൊറോട്ട, മുട്ട, ദോശ, ചട്നി അങ്ങനെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ട് പിന്നെ നമ്മൾ എത്തിച്ചേർന്നത് ഗ്യാപ്പ് റോഡാണ്. ഗ്യാപ്പ് റോഡ് ഭയങ്കര വിശാലമായ ഇതാണ്, ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് ഒരു ട്രിപ്പൊക്കെ അടിച്ച് അവിടെ ആ സമയത്ത് ഡബിൾ ഡെക്കർ ബസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ടൂറിസം ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു 300 രൂപയ്ക്കെന്ന് തോന്നുന്നുണ്ട്. അതിൽ താഴെ ഇരുന്ന് പോകണതിന്, പൊക്കത്തിരുന്ന് പോകണതിന് കുറച്ചുകൂടി കൂടും. അത് നല്ല ഭംഗിയാണ്. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെയുള്ള കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വീണ്ടും മറയൂർക്ക് പുറപ്പെട്ടത്. പിന്നെ ഞങ്ങൾ ഗ്യാപ്പ് റോഡിലേക്ക് പോണ വഴി ഭയങ്കര കുത്തനെയുള്ള കയറ്റമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നു. അങ്ങേരിക്ക് അത് കയറുന്നുണ്ടായിരുന്നില്ല, വണ്ടി വലിക്കണില്ല. നമ്മൾ ഹെയർ പിന്നൊക്കെ വരുമ്പോൾ ഈ വണ്ടി ഇറങ്ങിപ്പോനാണ്. ഞങ്ങൾ താറിനാണ് പോയത്. അപ്പോൾ അനീത് ഭയങ്കര സ്കില്ലാണ്, പുള്ളിയുടെ ഡ്രൈവിങ് ഭയങ്കര രസമാണ്. പുള്ളിക്ക് വലിയ പേടിയൊന്നുമില്ല. നമ്മൾ ഈ വണ്ടി ഇറങ്ങിപ്പോന്നപ്പോൾ ഞാൻ പറയും, ഇവിടെ ഒത്തിരി ഗ്യാപ്പിട്ട് ഓടിക്കുന്നു പറയും. അനീത് നന്നായിട്ട് ഓടിച്ച് അങ്ങനെ ഞങ്ങൾ ഗ്യാപ്പ് റോഡിലേക്ക് ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി എത്തിയായിരുന്നു. അവിടെ ഗ്യാപ്പ് റോഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ ഭയങ്കര നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ഏതാണ്ട് സ്വിറ്റ്സർലൻഡിൽ പോയ ഒരു ഫീലാണ് എന്നാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അനീതൊക്കെ പറഞ്ഞത്. പുള്ളി ഷിപ്പിലായതുകൊണ്ട് പുള്ളി കുറേ രാജ്യങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞ് ഇത് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ എല്ലാം എടുത്ത് വീഡിയോ എല്ലാം എടുത്ത് അതിനുശേഷം അവിടെ നല്ലൊരു ചെന്തെങ്ങിൻ്റെ കരിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് അതിൽ കുറച്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മദ്യമൊക്കെ ചേർത്ത് ഭയങ്കര ഒരു നല്ല ടേസ്റ്റായിരുന്നു. അതെല്ലാം കഴിച്ച് ഞങ്ങൾ കുറേ എല്ലാം ഫോട്ടോ എല്ലാം എടുത്തിട്ട് വീണ്ടും ലവ് നെസ്റ്റിലേക്ക് പോരാണ്. അപ്പോൾ ഈ ലവ് നെസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത് ലവ് നെസ്റ്റ് കുറച്ച് സിറ്റിയിലാണ്. അപ്പോൾ ഇത് കുറച്ച് കാടിൻ്റെ അകത്താണ്, എങ്കിൾ ഹട്ട് എന്നാണ് ഇതിന് പറയണത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിറയെ എ ഫ്രെയിമാണ് ഇരിക്കുന്നത്.
പിന്നെ ഞങ്ങൾക്ക് രാത്രിയായപ്പോൾ അവർ ക്യാമ്പ് ഫയർ ഇട്ട് തന്നായിരുന്നു. പിന്നെ ഇവരുടെ കിച്ചൺ ഉണ്ട് ഇവിടെ, അതുകൂടാതെ ഷെഫുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അവിടെ ചിക്കൻ ഫ്രൈ, പിന്നെ അതുകൂടാതെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പോൾ നല്ലൊരു രാത്രിയായിരുന്നു ഇന്നലെ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അതുകൂടാതെ ഇവർ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യേണ്ട അങ്ങോട്ട് ഇനി വുഡ് ഹൗസ് ഇടാൻ പോകണമെന്നാണ് പറയേണ്ടത്. ഇവർക്ക് അടുത്ത ഒരു പ്രൊജക്റ്റ് അപ്പുറത്ത് നടക്കുന്നുണ്ട്, കയറി വരുമ്പോൾ കണ്ടായിരുന്നു. പിന്നെ ഈ ഓഫ് റോഡ് അടിപൊളിയാണ്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. അത് വണ്ടിയിൽ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ കഴിച്ച് പോയത് കൊണ്ടിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് അവിടെ നിർത്താൻ പറ്റിയില്ല. പിന്നെ നല്ല കടകളും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ നോക്കി പോയപ്പോൾ ഏറ്റവും ടോപ്പ് സ്റ്റേഷനിലാണ് പോയത്. അവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഓംലെറ്റ് ചായയൊക്കെ ആക്കി. പിന്നെ നമ്മുടെ റിസോർട്ട് വന്നിട്ട് താഴെ ചെന്നിട്ടാണ് ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയത്. അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയ സ്ഥലത്ത് ഞാനൊരു 6 മാസം മുമ്പ് പോയപ്പോഴും ഇതേപോലെ തന്നെ അവിടെ ഫ്രെയിമാണ്. അത് കുറച്ചുകൂടി വിശാലമായ ബാക്കിലും ഫ്രണ്ടിലേക്ക് ബാൽക്കണിയൊക്കെ ഉള്ളതാണ്. അവിടെ കുറച്ചും കൂടി നല്ല ഫ്രെയിം വെച്ചിട്ടുള്ള ഹട്ട് ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി സൗകര്യം ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയറും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കോമൺ ആയിട്ടാണ് അവർ ക്യാമ്പ് ഫയറൊക്കെ ഇരുന്നത്. നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ വരുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചായിരുന്നു വന്ന് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു മൂഡായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കുറേ ഡാൻസൊക്കെ കളിച്ച് അതിനുശേഷം അതിൻ്റെ പൊക്കത്തായിട്ടൊരു ചെറിയ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ആ ബ്രിഡ്ജിലൊക്കെ നടന്ന് അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അതും നല്ലൊരു മൂഡായിരുന്നു അന്നത്തെ കാലത്ത് പോയപ്പോൾ. അപ്പോൾ ഇങ്ങനെ പൊക്കത്തേക്ക് പോണ വഴി മുനിയറ അവിടെ നല്ലോണം കാണാൻ പറ്റി. മുനിയറ എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു പാറത്തട്ടാണ്. പാറത്തട്ടിൻ്റെ പലയിടത്തായിട്ട് ചെറിയ ഒരു 4 അടിയോളം വരുന്ന സ്ലാബ് പോലത്തെ സാധനമുണ്ട്. അതൊരു 8 അടി നീളം വരും, ഒരു 4 അടി ഹൈറ്റ് വരും. അത് 3 വശവും അവരത് കവേർഡായിട്ട് ഒരു വശത്തു കൂടി മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ചെറിയൊരു ഗുഹ പോലെയാണ് അത് ഫീൽ ചെയ്യണത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയണത് പണ്ട് പഞ്ചപാണ്ഡവർ തപസ് അനുഷ്ഠിച്ച സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ആ കാലത്ത് വളരെയധികം കുറിയ മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അങ്ങനെ കൂട്ടമായിട്ട് താമസിച്ചിരുന്ന് നമ്മൾക്കൊരാൾക്കവിടെ എണീറ്റ് നിൽക്കാൻ പറ്റില്ല, സ്ഥലം കിട്ടും. അവർ ചെറിയ ആൾക്കാരായതുകൊണ്ടാണ് അവിടെ ജീവിച്ചു വെച്ചത്. ഇപ്പം അത് വളരെ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറയെ കരിമ്പും തോട്ടം, അങ്ങനെ കുറേ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും ആ പോണ വഴിക്ക്.